ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, എന്നെ പലരും ഫോൺ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ഇതിൽ പലരും നല്ല ആത്മീയ വളർച്ച നേടിയ ആത്മാക്കളാണ്. പക്ഷെ അവരുടെ ജീവിതം കംപ്ലീറ്റും കുളമായിരിക്കും, സാമ്പത്തികം പ്രശ്നത്തിലായിരിക്കും, മറ്റ് ബന്ധുക്കളിൽ നിന്നും അവരിൽ നിന്നൊക്കെ ഭയങ്കര അകൽച്ചയായിരിക്കും. കാരണം ഇവരുടെ ക്യാരക്ടർ ഒന്നും മറ്റവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ സ്വന്തം വീട്ടുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കൊന്നും ഇവരൊരു കഴിവില്ലാത്തവരാണ് എന്ന രീതിയിലാണ് അവരുടെ മനസ്സിന്റെ പിക്ചർ. പക്ഷെ എനിക്കറിയാം, ഈ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഇവർ ആത്മീയത്തിൽ വളർന്നവരാണ്. അവർ ആത്മാവ് പവർഫുള്ളാണ്, വളർന്ന ആത്മാക്കളാണ്. അതെങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ, ഈ മതത്തിന്റെ ഇടയിലും ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ മേഖലയിൽ കാണുന്ന കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ അവർക്ക് തിരിച്ചറിവ് കിട്ടുന്നുണ്ട്. അവർക്കത് ആൾറെഡി ഇതൊക്കെ അറിയാം, ഇതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ഈ വിഗ്രഹ ആരാധന അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യദൈവങ്ങളുടെ പിറകെ പോക്ക് ഇല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഈ ചടങ്ങുകൾ, ഇതിലോട്ടൊന്നും അവർക്ക് താല്പര്യമില്ല. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ ദൈവമുണ്ട്, പക്ഷെ ഇതൊന്നും അല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. എന്നാൽ ഇവർക്ക് അവരുടെ ബിസിനസ് മേഖല അല്ലെങ്കിൽ സാമ്പത്തിക മേഖല നോക്കുമ്പോൾ ആകെ പ്രശ്നത്തിലായിരിക്കും, കുടുംബത്തിൽ വിഷയങ്ങളായിരിക്കും, കുട്ടികളിൽ പ്രശ്നങ്ങളായിരിക്കും, അതേപോലെ തന്നെ മറ്റേതെങ്കിലും മേഖലകളിലൊക്കെ അനാരോഗ്യവും രോഗങ്ങളും, ഇങ്ങനെ പല രീതിയിലും ഇവർക്ക് പ്രശ്നങ്ങളാണ്. പക്ഷെ ആത്മാവ് പവർഫുള്ളാണ്. അത് എന്തുകൊണ്ടാണ് ആത്മാവ് ഇത്രയും പവർഫുൾ ആയിട്ടും അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ? ഇതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എന്റെ പഴയ മെസ്സേജിലൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും എന്നെ ഫോൺ ചെയ്ത് വിളിച്ച വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലർക്കും ഇതിന്റെ പിന്നിലുള്ള പല കാര്യങ്ങളും അവർക്കത് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്റെ മെസ്സേജ് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട്. കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇതെല്ലാം അങ്ങ് മാഞ്ഞു പോകുന്നുണ്ട്, അല്ലെ മറന്നു പോകുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് പിന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് വന്ന് ഒന്ന് റെഡി വരാൻ പാടാണ്. കാരണം ഇതൊക്കെ മനസ്സിലില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ മുരടിച്ചു പോയത്. എന്നാൽ ഈ മുരടിപ്പ് മാറാനായിട്ട് നമ്മളെ മറ്റു ചില നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അസുരിക ശക്തികൾ സമ്മതിക്കുന്നില്ല. അവർ നമ്മളെ തലയിൽ നിന്ന് മാച്ചുകളയും. ഇതുകൊണ്ടാണ് ഇവരുടെ മനസ്സിൽ ഇത് നിൽക്കാത്തത്. പക്ഷെ ഇതൊക്കെ അവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നാലോ ഇവർ പെട്ടെന്ന് കയറി വരും. പക്ഷെ ഇത് ഓർമ്മയിൽ നിൽക്കാൻ ഈ അസുര ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ സമ്മതിക്കില്ല. അവ എന്നോട് ദൈവം പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും വ്യക്തമാക്കിയും ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങളെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ഹൈ ലെവലിലേക്ക് വരേണ്ട ആത്മാക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ പലരും കഴിവ് കിട്ടവരും ഉപയോഗമില്ലാത്തവരും അനാരോഗ്യം ആയിട്ടുള്ളവരായി പോയതിന്റെ കാരണം നിങ്ങളുടെ ആത്മാവ് പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും നിങ്ങളെ കൂടെ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾക്ക് അല്ലെ അസുരിക ശക്തികൾക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഗർഭപാത്രത്തിൽ നിങ്ങളുടെ ആത്മാവിനെ ദൈവം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റു ശക്തികൾ പ്ലാൻ ചെയ്ത് ഗർഭപാത്രത്തിൽ വെക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയക്കുമ്പോൾ തന്നെ മറ്റ് അദൃശ്യ ശക്തികൾ ഇത് പൂർണ്ണമായും മനസ്സിലാക്കും. കാരണം ഈ മാതാപിതാക്കളിലൂടെയും അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ ജന്മത്തിൽ പറ്റിയ ചില അബദ്ധങ്ങളിലൂടെയും നിങ്ങളെ സ്വാധീനിച്ച് നിൽക്കുന്ന അദൃശ്യ ശക്തികൾക്ക് നിങ്ങളുടെ ആത്മാവിനെ നല്ലോണം അറിയാം. പക്ഷെ നിങ്ങൾക്കാണ് അത് അറിഞ്ഞൂടാത്തത്. കാരണം നിങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നു, ഒരു കൊച്ചു ശിശുവിനെ പോലെ പുറത്തു വരുന്നു. പക്ഷെ ആ കൊച്ചു ശിശു ആയിരിക്കുമ്പോൾ തന്നെ ആത്മാവ് അറിവുള്ള ആത്മാവാണ്. മറ്റദൃശ്യ ശക്തികളുമായിട്ടൊക്കെ സംസാരിക്കുകയും അവരെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്ന ആത്മബോധത്തിലാണ് നിങ്ങൾ ജനിക്കുന്നത്. നിങ്ങളെന്നല്ല, എല്ലാ ശിശുക്കളും കുട്ടികളായിട്ട് ജനിക്കുമ്പോൾ അങ്ങനെയാണ്. അവർക്ക് ഭൗതിക മേഖല ഓപ്പൺ ആയിട്ടില്ല, തുറന്നു വന്നിട്ടില്ല. അപ്പോൾ ആത്മീയ മേഖല മാത്രമേ അവർക്ക് അപ്പോഴും ഓപ്പണായി നിൽപ്പുള്ളൂ. അതുകൊണ്ട് അവർക്ക് മറ്റദൃശ്യ ശക്തികളെ കാണാനും അവരുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കാനും ഇൻഫർമേഷൻ കൈമാറാനൊക്കെ ഈ ആത്മാവിനപ്പോൾ കഴിവുണ്ട്. എന്നാൽ നമ്മൾ ഭൗതികമായിട്ട് വളർന്നു വരുമ്പോൾ ഈ മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് സ്കൂൾ കുട്ടികൾ കൂടെ പഠിക്കുന്ന കുട്ടികളിലൂടെയും അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നൊക്കെ ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കിയും ഈ ഭൗതിക മനസ്സ് ഓണായി പവർഫുള്ളായി വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ അത് കയറി വരുന്നതനുസരിച്ചാണ് ഈ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ ആത്മാവിന്റെ ആ ഒരു ഇത് കുറഞ്ഞു വരുന്നത്. പിന്നെ ഈ അദൃശക്തികളെ കാണാനോ
ഇങ്ങനെയുള്ള ആശയങ്ങൾ കൈമാറാനുള്ള കഴിവുകൾ താനെ മാറിപ്പോവുകയാണ്. എന്നാൽ ഉള്ളിലൂടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അത് ബോധ്യത്തിലില്ല. കാര്യം ബോധമനസ്സാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ബോധമനസ്സ് പ്രവർത്തിച്ച് തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മളുടെ ആത്മാവ് എന്താണെന്നും ഇനി എത്ര വളരാനുണ്ടെന്നും ഒക്കെ മനസ്സിലായി നമ്മളെ കൂടെ നിൽക്കുന്ന ഈ ആസുരിക ശക്തികൾ ഈ ബോധമനസ്സ് ഉണർന്ന് നമ്മൾ ബോധതലത്തിലൂടെ അല്ലെ ഭൗതിക തലത്തിലൂടെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ഈ നെഗറ്റീവ് ശക്തികൾ നമ്മളെ വഴിതെറ്റിച്ച് തുടങ്ങുന്നത്. ആണ് കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴേ വഴിതെറ്റുന്നത്. ശരിക്കും നല്ല ആത്മീയ വളർച്ചയുള്ള വലിയ ലെവലിൽ ഭാവിയിൽ ആത്മീയ മേഖലയിലും മറ്റു ചില മേഖലകളിലേക്ക് ഉന്നത ലെവലിൽ എത്തുന്ന വ്യക്തികളുടെ ബാല്യകാലമൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും. എങ്ങനെ കഷ്ടപ്പെടുത്തുന്നു വെച്ചാൽ മാതാപിതാക്കളായിട്ട് കഷ്ടപ്പെടുത്തും. കാരണം ഈ മാതാപിതാക്കൾ നശിച്ചു പോയാൽ ഈ കുട്ടിയെ നശിച്ചു പോകണമെങ്കിലാ, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണമെങ്കിലാ എന്നൊക്കെ വിചാരിച്ച് ഈ ആസുരിക ശക്തികൾ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾ ആ കുടുംബത്തിനെ മാക്സിമം ആയിട്ട് കഷ്ടപ്പെടുന്നു. ഈ കുട്ടിയെ മാക്സിമം ആയിട്ട് കഷ്ടപ്പെടുന്നു. കാര്യം ഈ കുട്ടിയുടെ ഉള്ളിൽ പവർഫുൾ ആത്മാവാണ്. ഇത് ഭൂമിയിൽ വന്നിട്ട് വളരാൻ പാടില്ല. ദൈവം വെച്ചിരിക്കുന്ന വലിയ പദ്ധതിയിലോട്ട് എത്താനും പാടില്ല. അത് കാരണം മാക്സിമം ഈ കുട്ടിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചെറുപ്പക്കാലം മുതലേ ഇതാണ് അനുഭവം. പഠിക്കുന്ന കാലത്ത് പൊട്ട് പഠിക്കാത്തവനായിരിക്കും, പക്ഷെ കഴിവുണ്ടോ എന്ന് വെച്ചാൽ കഴിവുണ്ട്, പക്ഷെ സാഹചര്യങ്ങളിലൂടെ അതൊക്കെ ബ്ലോക്ക് ചെയ്യും. അവൻ ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുമ്പോ ചിലപ്പം തല്ലിപ്പൊളിയായിട്ടായിരിക്കും, ചിലപ്പം മഹാ ഉഴപ്പനായിരിക്കും, ഇല്ലെങ്കിൽ മഹാ മടിയനായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തിയെ, അതായത് നമ്മുടെ ബോധ മനസ്സിനെ മറ്റ് വ്യക്തികളെ പോലെ ഒരിക്കലും ഒരു സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ കഴിവുള്ളവനായിട്ട് വളരാൻ സമ്മതിക്കില്ല. എന്നാൽ കഴിവുണ്ടോ? ഉണ്ട്. ഇതൊന്നും അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ പറ്റൂല. അപ്പൊ മറ്റുള്ളവരിട്ട് ഹറാസ് ചെയ്യും. കഴിവില്ലാത്തവൻ, നിത്യരോഗി, എന്നും വീട്ടുകാർക്ക് തലവേദന, ഇവ ജനിച്ച അന്നു മുതലേ കഷ്ടകാലം തുടങ്ങി, ഇങ്ങനെയൊക്കെ ഉള്ള കുത്തുവർത്താനങ്ങളിലൂടെയാണ് ശരിക്കും പവർഫുള്ളായി നിൽക്കുന്ന ആത്മാവുള്ള വ്യക്തിയുടെ ജന്മനാലുള്ള വളർച്ച. ഇത് എന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ പലർക്കും ഈ അനുഭവങ്ങൾ കാണാം. പക്ഷെ അങ്ങനെയൊന്നും അനുഭവമൊന്നും ഇല്ല എന്നുള്ളവർ മനസ്സിലായിക്കൊള്ളണം. അത്രയും ഹൈ ലെവലിലോട്ടുള്ള പവർഫുൾ ആത്മാവായിട്ടുള്ള ആത്മാവല്ല എന്ന് തിരിച്ചറിയണം. പക്ഷെ അങ്ങനെയുള്ള ആത്മാക്കളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കഷ്ടങ്ങളും പ്രശ്നങ്ങളും ചിലപ്പോൾ കേസ് വഴക്ക് എന്തെങ്കിലും രീതിയിൽ, പക്ഷെ ഈ ഭാഗത്തെല്ലാം എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ നമ്മൾ ഇതിനൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നതും നമുക്ക് അനുഭവപ്പെടും. ചിലപ്പം പലർക്കും പറ്റിയ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും എനിക്ക് അറിയാവുന്ന കേസുകളിലൊക്കെ പലരും ഈ വെള്ളത്തിൽ മുങ്ങി അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ നീന്തലിന്റെ ഇടയിൽ മുക്കിക്കൊല്ലാനുള്ള പ്രത്യേക പ്രവൃത്തികളൊക്കെ ഈ അദൃശ്യ ശക്തികൾ, ഈ നെഗറ്റീവ്, ഈ അസുര ശക്തികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നല്ല എന്തോ അത്ഭുതകരമായ രീതിയിൽ ഇവരെ ഏതോ അദൃശക്തികൾ രക്ഷിച്ചുകൊണ്ട് പോയ കഥകളായിട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അനുഭവമൊക്കെ എനിക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഈ മിക്ക പോസിറ്റീവ് തലത്തിലേക്ക് അല്ലെങ്കിൽ ഹൈ തലത്തിലേക്ക് പോകേണ്ട വ്യക്തികൾ വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ ചിലപ്പോൾ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന ലെവലിൽ ആയിപ്പോളതാണ്. കാരണം അവരെ ആക്കുന്നതാണ് അങ്ങനെ. അവരെ ചെറുപ്രായം മുതലേ സാഹചര്യത്തിലൂടെ അവരെ പ്രലോഭിപ്പിച്ചും വഴിതെറ്റിച്ചും ഇവരെ അങ്ങനെ ആക്കുന്നതാണ്. പക്ഷെ ഇത് ശരിക്കും എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കൾ ഇത് നേരത്തെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അതിനുള്ള അറിവും കാര്യങ്ങളും മാതാപിതാക്കൾക്ക് ദൈവം അല്ലെങ്കിൽ മറ്റ് പോസിറ്റീവ് ശക്തികൾ പല രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കും. പക്ഷെ ഈ മാതാവും പിതാവും വഴിതെറ്റി കിടക്കുന്നത് കാരണം, അല്ല അവർ ദൈവികമായി അവര് ഉയർന്നു വരാത്തത് കാരണം ഈ കുട്ടിയെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടിയെ ആ ലെവലിൽ വളർത്തിയെടുക്കാനോ അവരും ശ്രമിക്കുന്നില്ല. അവിടെയും പരാജയപ്പെടും. ഇവിടെയൊക്കെ ഈ അസുര ശക്തികളാണ് ഈ പരിപാടിയിൽ ഒപ്പിക്കുന്നത്. പക്ഷെ ഇൻഫർമേഷൻസ് എല്ലാം സമയ മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട്. കൂടുതലും ഈ പിതാവ് ചിലപ്പം ചെറുപ്പത്തിൽ മരിച്ചുപോയതായിരിക്കാം, ഇല്ലെങ്കിൽ കുടുംബത്തെ ഉപേക്ഷിച്ചു പോവും. ഇനി അതല്ലെങ്കിൽ തന്നെ മഹാകുടിയനും അല്ലെങ്കിൽ ഭയങ്കര കുടുംബം നോക്കാതെ നടക്കുന്നവർ, ഇങ്ങനെയൊക്കെ പല രീതിയിലും, എല്ലാവർക്കും അല്ലേ, പല രീതിയിലും ഈ പിതാവിൽ നിന്ന് ഭയങ്കരമായ കഷ്ടങ്ങളായിരിക്കാം, മാതാവിൽ നിന്ന് ഒരുപാട് കഷ്ടങ്ങൾ വരാം, പല രീതിയിലും വരാം. ദാരിദ്ര്യവും കഷ്ടപ്പാട്, ഇല്ലെങ്കിൽ കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും വിളിക്കുമ്പോൾ രോഗങ്ങളായിട്ട് ഉണ്ട് പലർക്കും. അപ്പൊ ഇതെല്ലാം ഈ ആത്മാവ് പവർഫുൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ആശ്രിക ശക്തികൾ ചെയ്യുന്ന പരിപാടികളാണ്. പക്ഷെ ഇവിടെ എല്ലാം ദൈവം നിങ്ങളെ പലരെയും രക്ഷിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിപ്പുണ്ട്. എന്തുകൊണ്ട് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ അറിഞ്ഞൂടാ, ഇത് പറഞ്ഞു തരാനും ആളില്ല. അപ്പൊ നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് നിങ്ങളാകെ നിരാശയിലാണ്. കാരണം
കഴിവുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ശ്രമിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ശ്രമിക്കുന്നുണ്ട്. ഇനി അതൊക്കെ ശ്രമിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ചിലർക്ക് പറ്റുന്നതില്ല. കാരണം അതിനുള്ള അവസ്ഥയും അല്ലെങ്കിൽ അതിനുള്ള ശേഷിയൊന്നും അവരുടെ ശരീരത്തിനോ അവരുടെ മനസ്സിനോ ഇല്ലാതെയാക്കി കളയുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായ ആഗ്രഹങ്ങളുണ്ട്, ചെയ്യാനുള്ള മനസ്സുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. ഇത് കൂടെയുള്ളവരോ അല്ലെ മറ്റുള്ളവരോ തിരിച്ചറിയുകയില്ല. അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മളൊന്നും കഴിവില്ലാത്തവൻ. കൂടുതലും സംഭവിക്കുന്നത് സാമ്പത്തിക മേഖല അങ്ങ് നശിപ്പിച്ചു കളയും. എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്താലും ഉയരാൻ പറ്റൂല, എന്ത് ചെയ്താലും അത് സക്സസ് ആവൂല, പോസിറ്റീവായി മാറൂല, നഷ്ടങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ ഈ സാമ്പത്തിക മേഖലയിൽ പ്രശ്നം ഉണ്ടാക്കണം. നല്ലൊരു ജോലി കിട്ടിയാലോ അവിടെ ഏതെങ്കിലും ഒരു അസുരൻ നമ്മുടെ സുപ്പീരിയർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ സീനിയർ ആയിട്ടോ എവിടെയെങ്കിലും കാണും. എന്നിട്ട് അവരിലൂടെ ഹറാസ്മെന്റ്. കാരണം നമ്മൾ ഒരു ജോലി കിട്ടി, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി കിട്ടിയാൽ പോലും അവിടെയും മനസ്സമാധാനം തരൂല. ഇങ്ങനെ ഈ പോസിറ്റീവായി നിൽക്കുന്ന ആത്മാവിന് 4 വശത്തൊന്നും സദാസമയവും കുത്തും പീഡനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇത്രയും നാളും നിങ്ങളെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ മറ്റ് പോസിറ്റീവ് ശക്തികൾ കൃപയാൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സംരക്ഷിച്ചുകൊണ്ട് ഇതുവരെ എത്തിച്ചു. ഇപ്പൊ എന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് വിടുന്നത്. കാര്യം എന്നോട് ദൈവം പറയുന്നത് സാധാരണ ജനത്തിന് പോയി അറിവ് കൊടുക്കുക എന്നുള്ളതല്ല. അറിവുകൾ അതുകൊണ്ട് ഓക്കെ, എടുക്കണവർക്ക് എടുക്കാം. പക്ഷെ എന്റെ മെയിൻ ലക്ഷ്യം ഞാൻ ആദ്യമേ പറയുന്നു, കുറച്ച് പവർഫുള്ളായി നിൽക്കുന്ന ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. അവരാണ് ട്രാപ്പായി കിടപ്പുള്ളത് പല രീതിയിലും. മറ്റുള്ളവർക്ക് വലിയ ട്രാപ്പൊന്നുമില്ല, വലിയ വളർച്ചയില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ സുഖകരമായിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല, തട്ടിയും മുട്ടിയും സുഖിച്ചും തോന്നിയതുപോലെയൊക്കെ ജീവിച്ചും തെറ്റായി ജീവിച്ചിട്ടും വലിയ പ്രശ്നമൊന്നുമില്ലാതെയൊക്കെ സുഖിച്ചു പോകുന്നുണ്ട്. അവരുടെ കാര്യം ഇപ്പം ദൈവം തുടങ്ങിയിട്ടില്ല. അത് 2028 മുതൽ അടുത്ത ഘട്ടം തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ അന്ന് സ്ട്രിക്റ്റ് ആക്കും. ഇപ്പൊ സ്ട്രിക്റ്റായി ദൈവം പിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള നെറുകെടുവോ ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് പണ്ടേ താല്പര്യമില്ല, ഇതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തെ ഭക്തിയോടുകൂടി ഒരു ദൈവം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവം ഉണ്ട്. അത് മതത്തിലൊന്നും കീഴ്പ്പെട്ട ദൈവം അല്ല. എല്ലാത്തിനും മുകളിൽ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തെ മുറുകെ പിടിച്ച് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന ആത്മീയ വളർച്ച നേടിയ പലരുമുണ്ട്. പക്ഷെ മറ്റുള്ളവരെയൊക്കെ നിരീശ്വരവാദികളായിട്ട് വരെ കണ്ടെന്നിരിക്കും. കാര്യം ഇവർക്ക് ഈ ആചാര അനുഷ്ഠാനങ്ങളിലോ ഇങ്ങനെയുള്ള കോപ്രായങ്ങളിലൊന്നും ഇവർക്ക് താല്പര്യം വരാത്തത് കൊണ്ട് ഇതിൽ അടിമപ്പെട്ട് കിടക്കുന്നവരുടെ കണ്ണിൽ ഈ വ്യക്തികൾ തെറ്റിപ്പോയിന്നായിരിക്കും. ഇവർക്ക് ഭക്തിയില്ലെന്നേ അവർക്ക് തോന്നുള്ളൂ. കാര്യം അവർ കാണുന്ന ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചടങ്ങുകളിലും പുറമേ ഉള്ള ഈ അഭിനയങ്ങളിലും ഒക്കെയാണ് അവരുടെ ഭക്തി. അപ്പൊ അതൊന്നും ഇല്ലാത്ത നമ്മൾ തെറ്റിപ്പോയില്ലേ, നമുക്ക് ഭക്തി കെട്ടവരാണെന്നേ അവർ പറയുള്ളൂ. പക്ഷെ ഈ വ്യക്തികൾക്ക് തിരിച്ചറിയാം അവരുടെ ഉള്ളിലാണ് യഥാർത്ഥ ഭക്തി കിടപ്പുള്ളത്. യഥാർത്ഥ ദൈവഭയവും ദൈവസ്നേഹവും ദൈവഭക്തിയും ഉള്ളത് കൊണ്ടാണ് ദൈവത്തെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വിധ കോപ്രായകളും വേലത്തരങ്ങൾക്കൊന്നും പോകാൻ താല്പര്യം വരാത്ത. കാര്യം ഇതെല്ലാം അവർക്ക് പറ്റൂല. ഈ ആത്മവളർച്ച നേടുന്നത് പറ്റൂല. കാര്യം അവരുടെ ഉള്ളിൽ നിന്ന് ഭയങ്കര റിജക്ഷൻ വരും. ഇത് ദൈവത്തേട്ട് നമ്മൾ പുച്ഛിക്കുകയല്ലേ എന്നേ അവർക്ക് തോന്നുള്ളൂ. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കും ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ഉയർന്നു വരണം. കാരണം അവരുടെ ബ്ലോക്ക് മാറി മുന്നോട്ട് വരാനുള്ള വഴികളൊന്നും അവർക്ക് ആര് പറഞ്ഞു കൊടുക്കും? എന്നെ പോലെയുള്ള അപൂർവം ചിലരേ ഉള്ളൂ ഭൂമിയിൽ. അപ്പൊ അവരിൽ നിന്ന് വേണം ഇത് മെസ്സേജ് അവർക്ക് കിട്ടി വളർന്നു വരാൻ. അപ്പൊ ഞാനീ പറയുമ്പോൾ അവരിത് എടുത്ത് വളർന്നു വരും. പക്ഷെ ഇത്ര നാളും കൃപയാൽ ഇവരെയൊക്കെ ദൈവം എങ്ങനെയൊക്കെയോ ഏതൊക്കെ അദൃശക്തികളിലൂടെ എല്ലാം രക്ഷിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും എന്നിലൂടെ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ബ്ലോക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാറാത്തത്? ഇതാണ് അടുത്ത ഒരു പ്രശ്നം. പലരും എന്നോട് ചോദിക്കുന്ന കേസ് അതാണ്. ഞാൻ അറിയുന്നു, ആ ദൈവത്തെ മനസ്സിലാക്കുന്നു, കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ പ്രശ്നങ്ങൾ അങ്ങോട്ട് മാറുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾ എത്തേണ്ട ലെവലിൽ നിങ്ങൾ എത്തിയിട്ടില്ല. കാരണം ദൈവം നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഈ ലെവലല്ല. കാരണം നിങ്ങളുടെ ആത്മാവ് പോകേണ്ടത് കുറച്ച് ഹൈ ആയിട്ടുള്ള പോസിറ്റീവ് തലത്തിലോട്ടാണ്. അപ്പൊ അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അല്ല നിങ്ങളിപ്പോ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന തലത്തിൽ എത്തിയ പോരാ. പക്ഷെ അത് എത്താതെ നിങ്ങളുടെ ബ്ലോക്കും കാര്യങ്ങളും മാറ്റി തന്നാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതാണ്ട് എത്തി, ഞാൻ ഓക്കെ ആയി എന്ന് വിചാരിച്ച് ബാക്കി ആ ആത്മീയ ലെവലിലുള്ള ആ ഒരു തീഷ്ണത കുറഞ്ഞു. ഇനി മുന്നോട്ട് വളരാൻ നിങ്ങൾക്ക് തോന്നൂല. കാരണം പ്രശ്നങ്ങൾ സോൾവ് ആയല്ലോ. അപ്പൊ ഇതുകൊണ്ട് ശരിക്കും സൃഷ്ടാവൻ ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെ മറ്റ് പോസിറ്റീവ് ശക്തികൾ രക്ഷിക്കാത്തത് കൊണ്ടോ അല്ല, നിങ്ങൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് തൽക്കാലമായി ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ശക്തികളാണ്. ഓക്കെ, അത് ശരി തന്നെ, പൈശാചിക ശക്തികളാണ് ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇതിനെയൊക്കെ ഈസി ആയിട്ട് പുറന്തള്ളിയിട്ട് നിങ്ങളെ രക്ഷിക്കാത്തതിന്റെ കാരണം നിങ്ങൾ തന്നെ വളർന്നു കയറി ഇവരെയൊക്കെ ജയിച്ച് മുന്നോട്ട് വരണം എന്നതാണ് പ്രകൃതിയുടെ ആഗ്രഹം.
എങ്കിലേ നിങ്ങൾക്ക് ആ ഹൈ ലെവലിലേക്ക് നിങ്ങളെ എത്തുള്ളൂ. ഇപ്പൊ ഒരു പരീക്ഷ നടക്കുമ്പോൾ സാറുമാര് തന്നെ കണ്ണും കാലും ഒക്കെ കാണിച്ച് ആംഗ്യങ്ങളെ കാണിച്ച് ആൻസറുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തൊരു കുട്ടിയെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിപ്പിച്ചു കൊടുക്കുന്നതല്ല ശരിക്കും വേണ്ടത്. അത് കഴിവുള്ള കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. മാർക്ക് നോക്കുമ്പോൾ നല്ല മാർക്ക് കിട്ടിക്കാണ്, പക്ഷെ സാറുമാര് രഹസ്യത്തിൽ സഹായിച്ചായിരിക്കും ഈ കുട്ടിക്ക് ഒരു മാർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ കഴിവ് അവിടെ വരുന്നില്ല. ശരിക്കും ആ കുട്ടി പഠിച്ച് ഒരു സഹായവും കിട്ടാതെ എല്ലാം മനസ്സിലാക്കി എഴുതി ജയിച്ചു വരുമ്പോഴാണ് കഴിവുള്ള കുട്ടിയായി മാറുന്നത്. അതുപോലെ നിങ്ങൾ ആ സൃഷ്ടാവ ദൈവത്തിന്റെ ഹൈ പോസിറ്റീവിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എത്തും എന്ന് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് പിടിക്കണതാണ്. കാരണം നിങ്ങൾ എങ്കിലേ ഇനിയും ശ്രമിച്ച് ആത്മീയത്തിൽ കയറി വരുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ ജന്മത്തിൽ തന്നെ നിങ്ങളുടെ ആത്മാവ് എത്തേണ്ട തലത്തിലേക്ക് എത്തുള്ളൂ. ഇതാണ് എന്റെ വേറൊരു വശം. അപ്പം നെഗറ്റീവ് ശക്തികളെ മാറ്റിത്തരും, അല്ല മാറ്റമൊന്നുമില്ല, ഈ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരും. പക്ഷെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ മറ്റേ പോസിറ്റീവ് ശക്തികൾ അന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ എങ്ങനെ കയറി വരുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങൾ നശിച്ചു പോകാനോ അല്ലെ വീണു പോകാനോ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഇത്രയും നാളും ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന, അല്ലെ ഇത്രയും ആത്മവളർച്ച ഇല്ലാതെ മറ്റു വ്യക്തികളെ പോലെ വഴിതെറ്റി നടന്നിരുന്ന സമയത്ത് നിങ്ങളെ വീഴാതെ ഒരു ലെവലിൽ ഇതുവരെ കൊണ്ട് എത്തിച്ചെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന നിങ്ങൾ ഇനി വീണുപോകും, അല്ലെങ്കിൽ നിങ്ങളെ ഇനി തള്ളിക്കളയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ഇനിയും കയറി വരാനുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്തൊക്കെയാണത്? അതാണ് നിങ്ങൾ മറന്നു പോണത്. എന്റെ ഈ കഴിഞ്ഞ മെസ്സേജിലൂടെ എല്ലാം ഈ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ആത്മീയ അറിവ് കിട്ടാനുള്ള ഈ ആർത്തിയിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും കേട്ടൊക്കെ വരുമ്പോൾ ശരിക്കും ഞാൻ ഈ പറഞ്ഞു തരുന്ന പല മർമ്മങ്ങളും നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. ഇത് ഈ മറവിച്ച് തരുന്നതേ ഈ മറ്റേ നെഗറ്റീവ് ശക്തിയിൽ മാച്ച് കളയണതാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഇനി മെസ്സേജിലൂടെയൊക്കെ ഹെഡിങ് ഒക്കെ നോക്കി തന്നെ കേട്ടാൽ തന്നെ കുറെ കാര്യങ്ങൾ കിട്ടും. ഇത് മനസ്സിൽ വെച്ചേക്ക്, ഒരിക്കലും മറന്നു പോകരുത്. ഈ മനസ്സിൽ ഇല്ലാത്തപ്പോഴാണ് ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്ത വരുന്നതേ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ മറന്നു പോണതാണ്. അപ്പൊ ഒന്നുകൂടെയൊക്കെ ചില മെസ്സേജുകൾ കേട്ടിട്ട് നിങ്ങൾ ഒന്ന് കാര്യം എന്നെ ഫോൺ ചെയ്തിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ഇത്രയും മെസ്സേജിലൂടെ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ മറന്നുപോയത്, നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാം ചോദിച്ചെടുത്ത് മനസ്സിലാക്കിച്ചിട്ടേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കാരണം ഒരാളെ ദൈവം സഹായിക്കാൻ എന്നോട് ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത് അവനെ തന്നെത്താൻ വളരാൻ സഹായിക്കണമെന്നാണ്. അല്ലാതെ ഇടയ്ക്കേറി ചില ആൻസറുകൾ പറഞ്ഞു കൊടുത്തിട്ട് ഇത് മാത്രം എഴുതിയാൽ മതി പരീക്ഷ പാസ്സാവും എന്ന് പറയുന്നതല്ല. അങ്ങനെ അല്ല ശരിക്കും വേണ്ടത്. നിങ്ങൾ എല്ലാം പഠിക്കണം, എല്ലാം മനസ്സിലാക്കണം, എന്നിട്ട് വേണ്ടത് ചെയ്ത് വേണ്ടതുപോലെ ഉയർന്നു കയറി വരണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പൊ ഞാൻ ആരെങ്കിലൊക്കെ എന്നെ വിളിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായി പഠിച്ച് സ്വന്തമായി എല്ലാം മനസ്സിലാക്കി വേണ്ടത് എടുത്ത് നിങ്ങൾ കയറി വരണം. അതിനുവേണ്ടി പ്രകൃതി വെയിറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ആരും നിരാശപ്പെടേണ്ട. നിങ്ങളെ വളർന്നു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആത്മാവ് അത്രയും പവർഫുൾ ആണ്. പക്ഷെ നിങ്ങളുടെ ഈ ഭൗതിക തടസ്സങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആത്മാവിന്റെ ഒരു വിഷയമേ അല്ല. ആത്മാവ് ഹാപ്പിയായി. പക്ഷെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ പണ്ടത്തെ അവസ്ഥയിലല്ല. പല കാര്യത്തിലും നിങ്ങൾക്ക് അത്ഭുതകരമായ രീതിയിൽ പല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകും. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നം വരൂല. ഇപ്പൊ ആഹാരം, എനിക്ക് അനുഭവങ്ങളുള്ള പല രീതിയിലും എനിക്ക് അനുഭവങ്ങളുള്ളതാണ്. ഇപ്പൊ സമയത്ത് ആഹാരം കിട്ടില്ലെങ്കിൽ പോലും ആഹാരത്തിന് പകരമുള്ള ഒരു എനർജി ആ സമയത്ത് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും ആഹാരം കിട്ടിയില്ല, പക്ഷെ ആഹാരം കിട്ടിയതുപോലുള്ള ഫീലിൽ നമുക്ക് വിശക്കുകയില്ല. ഇങ്ങനെയൊക്കെ പല രീതിയിലും ഈ പരീക്ഷാ സമയങ്ങളിൽ മറ്റ് അദൃശക്തികൾ നമ്മെ സഹായിക്കും. നിങ്ങൾക്കും അങ്ങനെയുള്ള സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല. അത് വരാത്തതിന്റെ കാരണം നിങ്ങളുടെ ആത്മാവിന്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ എത്തുന്നതുമില്ല. അത് എത്താത്തത് കൊണ്ട് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചുള്ള ഭൗതിക കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നടക്കാത്തത്. നിങ്ങളുടെ ആത്മാവിന്റെ ലെവൽ മനസ്സിലാക്കി നിങ്ങൾ എത്തിക്കൊടു. നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളും അതിനപ്പുറത്ത് ലെവലിലേക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നിരിക്കും. ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.